ചുറ്റുള്ള ആൾക്കാരെ ബാധിക്കുന്നത് നമ്മൾ എന്തായാലും വന്ന് നമ്മളെ വീട്ടിൽ അത് മുട്ടും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് കണ്ണും പൂട്ടിയിട്ട് എനിക്കറിയില്ല, എനിക്ക് ഇടപെടേണ്ട, എനിക്കറിയേണ്ട, അങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റൂല. കാരണം അത് നമ്മൾ അറിയാണ്ട് നിന്നാൽ ഇന്നോ നാളെയോ നമ്മൾ അതിലേക്ക് വീഴും. അത് ഉറപ്പാണ്. അങ്ങനെ എത്ര ആൾക്കാരുണ്ട്, എനിക്കറിയണ്ട എന്നിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ വേറൊരു വിഷയമുണ്ട്. അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക, അതൊരു വിഷയം. പക്ഷെ എന്നാലും അവരെന്താ പറയാ അറിയോ? എനിക്കറിയില്ല എന്ന് പറയുന്ന ആൾക്കാർ എന്നെ പറയും ഇത് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഫിത്നക്കാരാണ്. മനസ്സിലായോ? ഈ വിഷയം സംസാരിക്കുന്ന ആൾക്കാർക്ക് ഫിത്ന ഉണ്ടാക്കാനായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. ഇവർക്കൊക്കെ മിണ്ടാണ്ടിരുന്നൂടെ? ഇത് ഇവരെങ്ങനെയാ തീരുമാനിക്കുന്നത്? അറിയാത്ത ആൾക്കാര് അറിയുന്ന ആൾക്കാരെ കുറിച്ചാണ് ഈ തീരുമാനം എടുക്കുന്നത്. ഇവർക്കെല്ലാം മിണ്ടാണ്ടിരുന്നാ പോലെ. ഇവരൊക്കെ എന്തിനാ ഈ ചർച്ച ചെയ്യുന്നത്? ഇവരെന്തിനാ എപ്പം നോക്കിയാലും ഫിത്നാക്കി നടക്കുന്നത്? മനസ്സിലായില്ലേ? ഇതാണ് പ്രശ്നം. അറിയാത്ത ആൾക്കാർ എന്താ പറഞ്ഞേ? മിണ്ടാണ്ടിരിക്കാനാ പറഞ്ഞത്. അല്ലാണ്ട് അവര് മിണ്ടാണ്ടിരിക്കുന്നത് വെച്ചിട്ട് മറ്റുള്ളവർ മേലെ അത് വാജിബാക്കലല്ല. മനസ്സിലായോ? അത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണത്. അവർക്കറിയില്ല, അതുകൊണ്ട് അവർ മിണ്ടാണ്ടിരിക്കുക. അവിടെ അവർ ഭയങ്കര എന്ത് കാണിക്കും? തവാദോ എളിമ കാണിക്കും. എനിക്കറിയാം, ഞാൻ പിന്നെ എന്റെ ലെവലിലുള്ള വിഷയങ്ങളൊന്നുമല്ല. എന്നാല് ചിലപ്പോ മറ്റുള്ളവർക്ക് അത് അറിയുന്നതുണ്ടാവും. അറിയുന്നവരായിരിക്കും അത് സംസാരിക്കും. അവരെ കുറിച്ചും പിന്നെ അവിടെ ഒരു വിഷയം അവർക്ക് മിണ്ടാണ്ടിരുന്നൂടെ? ഇവർക്ക് എന്തിന്റെ ആവശ്യമാണ്? ഇവരെന്താ എപ്പം നോക്കിയാലും ഫിത്നാക്കി നടക്കുന്നത്? ഇവരെല്ലാം എപ്പം നോക്കിയാലും ഇത് തന്നെയാണ്. ഇവർക്ക് വേറെ ഒന്നുമില്ല. മനസ്സിലായില്ലേ? ഇതെപ്പോഴും ശൈത്താൻ ഇങ്ങനെയാണ് പലരും തമ്മിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത്. മനസ്സിലായില്ലേ? ഇതിൽ സത്യം പറഞ്ഞാല് 4-5 തരങ്ങൾ ഉണ്ട് ആൾക്കാർ. ഒന്ന് ജാഹിലാണ്. ഈ ജാഹിൽ എന്ന് പറയുമ്പോ എന്താ? ജഹൽ ബസീത്ത്, അതായത് അവന് ജഹലാണ്, എന്നാൽ അവന് ജാഹിലാണെന്ന് അവനക്ക് അറിയും ചെയ്യാം. പയ്യൻ അതിനനുസരിച്ചിട്ടുള്ള, അതായത് അവന്റെ ആ ഒരു നിലപാട് അതിനനുസരിച്ചിട്ടായിരിക്കും. എനിക്കറിയില്ല, എനിക്ക് ഇടപെടണ്ട, ഞാൻ മിണ്ടാണ്ടിരിക്കും, ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല, ആരും ഭാഗത്തും ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല, എനിക്ക് അറിയുന്നത് വരെ. തയ്യബ് ഇങ്ങനത്തെ ഒരു വ്യക്തി എന്താണ്? മറ്റുള്ളവർക്ക് ഒരു ഫിത്നയല്ല, അവൻക്കും അതാണ് ശരി. അവൻ അങ്ങനത്തെ ഒരു നിലപാടാണ് എടുക്കേണ്ടത്. പക്ഷെ അത് അധികം നാളെ അങ്ങനെ നിൽക്കരുത്. കാരണം എത്ര കൂടുതൽ അവൻ അതേ അവസ്ഥയിൽ നീട്ടിക്കൊണ്ടും അവൻ ഒന്നോ നാളെയോ പെടും. മനസ്സിലായി? കാരണം ശൈത്താൻ വെറുതെ വിടോ? ഇല്ല, എന്തായാലും അവന് വലിച്ചു കൊണ്ടുപോകും. തയ്യബ് അപ്പൊ മിണ്ടാണ്ടിരിക്കുക, ഇടപെടാണ്ടിരിക്കുക ശരിയാണ്, നല്ലതാണ്. ഫിത്ന അവിടെ കൂടൂല. എന്നാൽ അവർക്ക് അത് നല്ലതല്ല. അധികം കാലം അവനക്ക് അത് നല്ലതല്ല. ഇന്നോ നാളെ അവന് ഹക്ക് അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യണം? അതിനു വേണ്ടിയിട്ട് നിൽക്കണം. ഇത് ഒന്ന്. മറ്റത് എന്താണ്? ജാഹിലാണ്, പക്ഷെ എന്താ, എനിക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്, എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ജാഹിലാണ്, എന്നാലോ എന്റെ അഭിപ്രായത്തിൽ, എന്റെ കാഴ്ചപ്പാടുകളിൽ ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത്, ജാഹിലാണ്, എന്നാലോ ഇവര് മനസ്സിലാക്കുന്നതും ഇവരെ കാഴ്ചപ്പാടുകളും ഇവരെ അഭിപ്രായങ്ങളും ഇതെന്താണ്? ഇത് ഫിത്നയാണ്. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കറിയില്ല, പക്ഷെ അവനെന്തിനാ സംസാരിക്കുന്നത്? മനസ്സിലായോ? ഇങ്ങനത്തെ വ്യക്തികൾ എന്താണ്? ഫിത്നക്കാരാണ്. മനസ്സിലായല്ലേ? ഇതിലും 2 തരം ആൾക്കാരുണ്ട്. ഒന്ന് അറിഞ്ഞുകൊണ്ട് എനിക്കറിയില്ല എന്ന് പറയും ചെയ്യും, എന്നാലോ ഇടപെടും ചെയ്യും. മറ്റൊന്നുണ്ട് അറിയില്ല, പക്ഷെ എന്നാലും അറിയുന്ന പോലെ എന്ത് ചെയ്യും? ആൾക്കാർ മുമ്പിൽ അറിയുന്നത് പോലെ എല്ലാം നല്ലോണം അറിയാം, ഞാൻ ഈ കാര്യങ്ങളൊക്കെ നല്ലോണം കണ്ടതാണ്, പഠിച്ചതാണ്, 10 വർഷമായിട്ട് നടക്കണം, പക്ഷെ ഞാനും 1 മാസമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ടു. എന്ത് കണ്ടു? ഇതെന്താണ്? ഇത് ജഹൽ മുറക്കബാണ്. അതായത് ഒരു ജാഹിലാണെന്നുള്ളത് അവർക്കറിയില്ല. ഒരു ജാഹിലിന് അവനെന്നെ ജാഹിലാണെന്നുള്ളവർക്ക് അവർക്കറിയില്ല. അപ്പോ ഇതിൽ പറയുന്നത് ഉലമാക്കൾ എന്താന്ന് വെച്ചാല്, ഒരു ജാഹില് അവന് ജാഹിലാണെന്നുള്ള വിഷയത്തിൽ അവന് ജഹൽ ഉണ്ടെങ്കിൽ അവൻ ജാഹിൽ മുറക്കബാണെന്നാണ്. മനസ്സിലായോ? വ്യത്യാസം എന്താണ്? ഒരു വ്യക്തി ജാഹിലാണ്, അവന് ജാഹിലാണെന്നുള്ളതിൽ അവൻക്ക് ഇൽമുണ്ട്. ഏത് ഇൽമ്? അവൻ ജാഹിലാണെന്നുള്ളത് അവൻക്കറിയാം, അപ്പൊ അവൻ സേഫാണ്. പക്ഷെ ഒരാൾ ജാഹിലാണ്, എന്നാൽ അയാൾ ജാഹിലാണെന്നുള്ളത് പോലും അയാൾക്കെന്നെ അറിയില്ല അയാൾ ജാഹിലാണെന്ന്, അതിൽ പോലും അയാൾക്ക് ജാഹിലാണ്. ഇങ്ങനത്തെ ഒരു വ്യക്തി സുബ്ഹാനല്ലാഹ് രക്ഷപ്പെടൂല. ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ് രക്ഷപ്പെടാത്തത്. കാരണം ജാഹിലായിട്ട് പോലും ആലിമാണെന്നുള്ളതാണ് മൂപ്പര് വിചാരം. ആലിം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് പണ്ഡിതനല്ല, ആ ഒരു വിഷയത്തിലാണെങ്കിൽ പോലും
ഒറ്റ വിഷയമാണെങ്കിൽ പോലും ആ വിഷയത്തിൽ എനിക്ക് നല്ലോണം അറിവുണ്ട്. ഞാൻ ചെയ്യുന്നത് ശരിയാണ്, ഞാൻ ചെയ്യുന്നത് പോലെയാണ് എല്ലാവരും ചെയ്യേണ്ടത്, ഞാൻ പറയുന്നതാണ് ഇവരൊക്കെ കേൾക്കേണ്ടത്. മനസ്സിലായോ? അവൻ എന്തോ ആണെന്നുള്ള സ്വയം വിചാരം. മനസ്സിലായല്ലേ? ഇങ്ങനത്തെ ഒരു വ്യക്തി വല്ലാഹുൽ മുസ്തആൻ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളൊന്നും പെടാണ്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തട്ടെ. അപ്പോ ഇതാണ് ഒന്ന്. പിന്നെയുള്ള ഫിത്നക്കാരൻ ആരാണെന്ന് പറയാം? അറിഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുന്നത്. അറിവുണ്ടായിട്ട് വിഷയങ്ങൾ അറിയാം, ഒക്കെ അറിയാം, പക്ഷെ മിണ്ടാണ്ടിരിക്കാം. ഹക്കിനെയും അവിടെ സഹായിക്കൂല, എന്ന ബാത്തിലുള്ള ആൾക്കാരെ എതിർക്കൂല. എനിക്ക് ഇടപെടണ്ട. ഇങ്ങനത്തെ വ്യക്തി എന്താണ്? ഫിത്നക്കാരനാണ്. മനസ്സിലായോ? അതായത് ഹക്ക് അറിഞ്ഞിട്ടും ഹക്കിനെ സഹായിക്കാത്തവരാണ്, ഇൽമുണ്ടായിട്ടും മിണ്ടാണ്ടിരിക്കുന്ന ഒരാൾ. ഇതിനെക്കുറിച്ച് സുബ്ഹാനല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ഹദീസുകളിലും ആവർത്തിച്ച് പറയേണ്ട ഇങ്ങനത്തെ ആൾക്കാരെ കുറിച്ച്. കാരണം പൊതുവെ പറഞ്ഞാൽ അംർ ബിൽ മഅറൂഫ് വനഹി അനിൽ മുൻകർ ചെയ്യാത്തൊരു വ്യക്തിയാണിത്. അങ്ങനത്തെ ഒരു ഖൗമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുന്നതാണ്. അംർ ബിൽ മഅറൂഫ് വനഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കാണ്ടും തിന്മ വിരോധിക്കാണ്ടും മിണ്ടാണ്ടിരിക്കുന്ന വ്യക്തികൾ. മനസ്സിലായോ? ആൾക്കാർ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോട്ടെ. അവര് ഇങ്ങനെ പറയുന്നത് തയ്യബ്, അവരങ്ങനെ പറയുന്നത് തയ്യബ്. ലക്കും ദീനുക്കും വലിയ ദീൻ, ലാ ഇക്റാഹ ഫിദ്ദീൻ. സുബ്ഹാനല്ലാഹ്. അതായത് എല്ലാവർക്കും അവരവരായിട്ടുള്ള ദീന്, അതിലൊരു നിർബന്ധമില്ല ആർക്കും. അപ്പൊ ഇതെല്ലാം കൂടി എന്തായി? നമ്മൾ സെക്യുലറിസമായി. മനസ്സിലായല്ലേ? അപ്പോ പിന്നെയാണ് ലാസ്റ്റ് പറയുന്നത് ഹക്ക് അറിയാ, അതിനു വേണ്ടി നിൽക്കും, ബാത്തിലിനെ എതിർക്കും. അതാണ് ശരിയായ നിലപാട്.